കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരുത്തിക്കാട്ടിൽ കുടുംബത്തിൻ്റെ ആദ്യത്തെ കുടുംബയോഗ സമ്മേളനത്തിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്കത് പ്രാർത്ഥിച്ച് തുടങ്ങാം. പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യാനായിട്ട് മാത്യൻ ജോസഫിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം സാജൻ ജോസഫും പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, കൃപയാൽ ദൈവകൃപയാൽ ഞങ്ങൾക്ക് കർത്താവേ ഈ ദിനം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ട് സ്തോത്രം. വിവിധ ഇടങ്ങളിൽ കർത്താവെ ഞങ്ങളെ പരിപാലിച്ചു, സൂക്ഷിച്ചു. ഒരപ്പൻ്റെ അമ്മയുടെ മക്കളായി ഞങ്ങൾ കർത്താവെ ഒരു രക്തത്തിൻ്റെ അവകാശികളായി ഇന്ന് പോൽ കാലം കൂടി ഓരോ കർത്താവ് അറിയുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗം സന്തോഷിപ്പാനിടയാക്കണം. പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കൂടി ഓരോല് കർത്താവെ ഹല്ലേലൂയ സ്വർഗം സന്തോഷിപ്പാനിടയാക്കണം. പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവർക്കായി സ്തോത്രം. അവരെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാനുള്ളവരെ കൂട്ടി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആരംഭിക്കുന്ന ഈ മീറ്റിംഗ് കർത്താവെ ഞങ്ങൾക്ക് വലിയ പരിചയമില്ലെങ്കിലും കർത്താവെ ആരംഭിക്കുന്ന ഈ ആദ്യത്തെ മീറ്റിംഗ് കർത്താവ് ഹല്ലേലൂയ കുറവ് കുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ആരാധന കർത്താവ് സ്വീകരിക്കുമാറാകണമെന്ന് ഞങ്ങളെങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് പ്രകൃതിയൊക്കെ അനുകൂലമാക്കി തീർത്തുകൊണ്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഈ ദേശത്ത് കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കളോട് ചേർന്ന് ഹല്ലേലൂയ ഞങ്ങൾക്ക് കഴിഞ്ഞ നാളുകൾ വിവിധ ഇടങ്ങളായിരിക്കാൻ സ്വർഗ്ഗദൈവം ഞങ്ങളെ സഹായിച്ചു. കുടുംബമായി തലമുറയായി കർത്താവെ ഞങ്ങളെ തിരുവേനിത്രത്തോളം മാനിച്ചുകൊണ്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. എല്ലാവരും വരെ എൻ്റെ കർത്താവ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ജീവനെ തന്ന് ഞങ്ങളെ ആ സ്നേഹിച്ച സ്നേഹം കൊണ്ടാണ് കർത്താവെ ഞങ്ങളെ ഇത്രത്തോളം നിലനിർത്തുന്ന ആ സ്നേഹത്തിൽ മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് ധാരാളമായി പകരുമാറാണ് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഇത്രമാത്രം വലിയ സ്നേഹം ഞങ്ങൾക്ക് തന്നല്ലോ. ഇത്രമാത്രം ഞങ്ങളെ കരുതുവാൻ ഞങ്ങൾ എന്തുള്ളൂ കർത്താവെ. ഞങ്ങളൊന്നുമില്ലേ സമ്മതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ നന്ദിയോടെ ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അങ്ങ് ഹല്ലേലൂയ മരിച്ചടക്കപ്പെട്ടു എഴുന്നേറ്റ് ഹല്ലേലൂയ വേഗം വരുമെന്ന് വാഗ്ദത്തം ഞങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു. വേഗം വരുമെന്ന് വാഗ്ദത്തം ഞങ്ങൾ തന്നിട്ടുണ്ടല്ലോ. അതിനുവേണ്ടി ഒരുങ്ങി ജീപ്പാള കൃപ ഞങ്ങൾക്ക് തെരുമാറണം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ കൂടി വരാൻ അനുഗ്രഹമാക്കണം പ്രാർത്ഥിക്കുന്നു. താവേ ഞങ്ങളെ കുടുംബമായിട്ട് ഹല്ലേലൂയ ഞങ്ങളെ വലിയ പരിചയമില്ലാത്തൊരവസ്ഥ ഞങ്ങളുടെ തലമുറയെ കുറിച്ച് ഞങ്ങൾക്കൊരു പരിചയമില്ല. അതൊന്ന് പരിചയപ്പെടുത്തുവാൻ ഹല്ലേലൂയ അവരുടെ സാക്ഷ്യങ്ങളോ അനുഭവം ഒന്ന് കേൾപ്പാൻ ഞങ്ങൾക്ക് കർത്താവ് ഇടയാക്കി തെരുമാറാകാണ് ഞങ്ങളോട് പ്രാർത്ഥിക്കണം. മധ്യേ വിലപ്പെട്ട ദേവദാസനെ അയച്ചിട്ടുണ്ട് കർത്താവെ. ഹല്ലേലൂയ മെമ്മറീസ് ഭാഷ കർത്താവെ വയന ശുശ്രൂഷിക്കാൻ മകനെ ശക്തമായി ഉപയോഗിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്നേഹം എന്തെന്നും കൂട്ടായ്മ എന്തെന്നും കുടുംബം എന്തെന്നും ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരുവാൻ നിന്റെ മകനെ കരങ്ങൾ ഉപയോഗിക്കണം പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന വൈതലിനെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഒരു കൂട്ടി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബയോഗത്തെ ഹല്ലേലൂയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ കർത്താവ് പ്രാർത്ഥനയായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കാം. സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യും. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കർത്താവേ ഞങ്ങളുടെ കുടുംബയോഗം ഹല്ലേലൂയ സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവവിടയാക്കിയതിനായി സ്തോത്രം. കുട്ടികളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവരെ സഹായിക്കണമേ. ഹല്ലേലൂയ ഇനി വരുവാനുള്ളവരെ തക്ക സമയത്ത് എത്തുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിദേശത്തായിരിക്കുന്ന ഹല്ലേലൂയ ഞങ്ങളുടെ സഹോദരങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവരെ സഹായിക്കണമേ കർത്താവേ. എല്ലാ നന്മകളാലും അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഞങ്ങളുടെ വറീസങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിരദാസൻ കടന്നു വന്നിട്ടുണ്ട്. അനുഗ്രഹപ്പെട്ട ദൂത് കർത്താവെ തരുവാൻ നിരദാസനിലൂടെ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെ എല്ലാത്തിലും ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭവനം ഒരുക്കി തന്ന രാജവങ്ങളെയും ഷിനുവിനെയും ഷൈനെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ സഹായിക്കണമേ. അങ്ങനെ എല്ലാ നന്മകളാലും നിറച്ചാട്ടെ. പ്രോഗ്രാമൊക്കെ ഏറ്റവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്യുവാൻ ദൈവം അവർക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെല്ലാം നന്മകളാൽ നിറച്ചാൽ താഴ്ത്തുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. The Lord God our Savior, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ. നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് ഒരു ഗാനം ആലപിക്കാം. സാമിനു വേണ്ടി ക്ഷണിക്കുന്നു. നിനക്കെന്നും വന്ദനമിശുപരാ വന്ദന
വന്ദനമേശുപരാ, വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. 128 സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഇനി നമുക്ക് മനോഹരമായ ഒരു ഗാനം ശ്രവിക്കാം. മെലഡിക്ക് വേണ്ടി സാൻഡ്ര സാജനെയും സാറാ സാജനെയും ക്ഷണിക്കുന്നു. നീറുന്ന നെഞ്ചിലെ
സ്വാഗത പ്രസംഗമാണ്. അതിനു വേണ്ടി മാർട്ടിൻ ജോസഫിനെ ക്ഷണിച്ചു. നമുക്കിങ്ങനെ ഒരു കർത്താവ് തന്നു. സ്തോത്രം. നാം ഇതിനുവേണ്ടി ചില നാളുകളായി പ്രാർത്ഥിക്കുകയും ആലോചിക്കുകയും ചെയ്ത പ്രകാരം ഇങ്ങനെ നമുക്ക് നമ്മുടെ വലിയപ്പച്ചൻ മാത്തൻ, അതുപോലെ തന്നെ മറിയാമ്മ, അവരുടെ മക്കളായി നാം കൊച്ചുമക്കളായി നാം ഇങ്ങനെ കൂടി വരുവാൻ കർത്താവ് സാവകാശം ഒരുക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മാത്തൻ നമ്മുടെ വലിയപ്പച്ചന്, വലിയമ്മച്ചിക്കും 8 മക്കളായിരുന്നു. 9 മക്കളുണ്ടായിരുന്നു. ഒരു ഇളയ മോൻ ബേബിജാന് ഈ കർത്താവിനോട് സന്നിധി ചേർക്കപ്പെട്ടു. ബാക്കി 8 മക്കൾ അവർ കുടുംബമായിട്ട് പലയിടങ്ങളിൽ ഞാൻ വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഹല്ലേലൂയ, അവരുടെ മക്കൾ, കൊച്ചുമക്കൾ ഒക്കെ ഉണ്ട്. നമുക്ക് അന്യോന്യം വാസ്തവത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചുമക്കളും പ്രായമുള്ളവർക്ക് മാത്രമേ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ, പരിചയമുള്ളൂ. പ്രായമില്ലാത്ത കുഞ്ഞുങ്ങളെ അന്യോന്യം അറിയത്തില്ല. ഒരു ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഒരുമി നിന്നാലും ആ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല ആരാണ് എന്താണ്. അതുപോലെ തന്നെ നമ്മളെ ഒരു ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് കുടുംബ ബന്ധമൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു അറിവില്ലാത്തൊരവസ്ഥ നമ്മൾ മുന്നോട്ട് പോയാൽ പറ്റുകയില്ല. നമുക്ക് ഹല്ലേലൂയ ഒരു നടത്തി, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ആളുകളാണ്, ഇന്ന മാതാപിതാക്കളുടെ മക്കളാണ് നമ്മളെന്ന് ഒന്ന് മനസ്സിലാക്കുവാൻ കൂടിയാണ് നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ 8 മക്കളിൽ ഏറ്റവും മൂത്ത ഹല്ലേലൂയ മറിയാമ്മ എന്ന് പറഞ്ഞ നമ്മുടെ അമ്മച്ചിയായിരുന്നു. അതിനുശേഷം എൻ്റെ ഫാദറാണ് മാത്തൻ ഫാദറിൻ്റെ പേര്. അതുപോലെ തന്നെ മൂന്നാമത്തെ നമ്മുടെ ഒരു മാവിയുണ്ട്, മറിയാമ്മ എന്നാണ് എനിക്ക് തോന്നുന്ന പേര്. മറിയാമ്മ മാവിയാണ്. കൊച്ചമ്മ എന്ന് പറയും. അതുപോലെ തന്നെ 4-ാമത്തെ കുഞ്ഞപ്പിച്ചാന്, അതുപോലെ തന്നെ പാപിച്ചാന്, പാപന്, ഹല്ലേലൂയ, സ്തോത്രം, കൊച്ചു പാപന്. ഇങ്ങനെ നമ്മൾ തങ്കച്ചായന് ഇങ്ങനെ കുടുംബമായിട്ട് നമ്മൾ ആയിരിക്കുന്നു. എല്ലാവർക്കും കൊച്ചുമക്കളെല്ലാം ഉണ്ട്. സ്തോത്രം. കർത്താവ് നമ്മെ ഇത്രത്തോളം സഹായിച്ചു. ഒരു മാതാപിതാവിൻ്റെ മക്കൾ, അതുപോലെ തന്നെ ഒരു രക്തത്തിൻ്റെ അവകാശികളാണ് നമ്മൾ. ഇതൊരു ഭാഗ്യപദവിയാണ്. അനേക കുടുംബങ്ങൾക്ക് ഹല്ലേലൂയ ഒരു സ്വസ്ഥ സമാധാനമില്ലാത്ത അന്യോന്യം കൊലയും, അതുപോലെ തന്നെ അന്യോന്യം മുഖം നോക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം കാണുന്നതാണല്ലോ. അപ്പനെ ഹല്ലേലൂയ മക്കളെ കൊല്ലുന്നു, മക്കള് അപ്പന്മാരെ കൊല്ലുന്നു. അങ്ങനെ വളരെ പ്രശ്നങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരെ ഒന്നിച്ച് പാർക്കുവാൻ പോലും ഇങ്ങനെ ഒന്നിച്ച് കൂടുവാൻ കഴിയാത്തൊരവസ്ഥയിൽ ലോകമായിരിക്കുകയാണ്. എന്നാൽ നമുക്കങ്ങനെയല്ല. നമ്മുടെ കുടുംബങ്ങളൊന്നും ഒരു പ്രശ്നമില്ലാതെ കർത്താവ് നമ്മെ ഇത്രത്തോളം സഹായിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആർക്കും ഒരു പ്രയാസമില്ലാതെ, ഒരു കയ്പ് പ്രയാസമില്ലാതെ നമ്മളെ ഇത്രത്തോളം കർത്താവ് നടത്തുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമ്മളെ ഹല്ലേലൂയ പലരും പുറത്താണ്. എല്ലാവർക്കും ഒന്നിച്ച് കൂടി വരാൻ കഴിയുന്നില്ല. കാരണം കഴിയത്തില്ല എന്നാണ് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. കാരണം എങ്ങനെയെങ്കിലും പുറത്തുള്ളവരുണ്ട്, അവരെല്ലാവരെയും കൂട്ടി നമുക്ക് ഒരു മീറ്റിംഗ് നടത്തുവാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ഇപ്പോൾ ഇവിടെ ഉള്ളവരെ നമ്മൾ ക്ഷണിക്കുകയും അവർ കടന്നു വരാൻ ഇടയായി പലരും കടന്നു വരാനുണ്ട്. അവരെയും കടന്നു വരുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ എൻ്റെ കുടുംബത്തിൻ്റെയും ഹല്ലേലൂയ അവസ്ഥ, എൻ്റെ വലിയ ആച്ചായന് മാത്തൻ, അതുപോലെ തന്നെ അമ്മ മറിയാമ്മ, സ്തോത്രം. ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കളിൽ ഹല്ലേലൂയ മൂത്ത മോന് ജോർച്ചാനായിരുന്നു. ജോർച്ചാന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. സ്വർഗത്തിലെ കർത്താവ് എൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ കുടുംബമുണ്ട്. ഹല്ലേലൂയ അവരെ കടന്നു വരാൻ ഞങ്ങൾ ക്ഷണിച്ചാണ്. അവിടെ പോയി ക്ഷണിച്ചു, ലെറ്റർ ഇട്ടു. എന്നാൽ അവർ വന്നിട്ടില്ല. അവർ നല്ല മനസ്സ് കൊടുക്കേണ്ടതിന്, അവരുടെ ഭാവി അനുഗ്രഹമാക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഹല്ലേലൂയ രണ്ടാമത് ഹല്ലേലൂയ കുഞ്ഞപ്പിച്ചാനാണ്. കുഞ്ഞപ്പിച്ചാൻ്റെ കുടുംബം ഹല്ലേലൂയ സന്തോഷമായി. കുഞ്ഞപ്പിച്ചാൻ മാറ്റപ്പെട്ടല്ലോ. ഹല്ലേലൂയ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളെ സുഖമായിട്ട് കഴിയുന്നു. അച്ഛൻ കുഞ്ഞ്, അനിയൻ കുഞ്ഞ്, ഹല്ലേലൂയ കുഞ്ഞമ്മ, സോണി, അമ്മണി കുടുംബം, അങ്ങനെ ഒരു കുടുംബമായിട്ട് കൊച്ചുമക്കളുമായിട്ട് കഴിയുന്നു. സ്തോത്രം.
അവരെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളവരെയൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലർ വന്നുവെന്ന് പ്രതീക്ഷിക്കുകയാണ്. സ്തോത്രം. അവർക്ക് ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ തങ്കച്ചാൻ്റെ കുടുംബത്തിനായി സ്തോത്രം. ഇവിടെ ആനി കടന്നു വന്നിട്ടുണ്ട്. കൊച്ചമ്മ വരാൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചമ്മയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. കാലിന് പ്രയാസമുണ്ട്. അതുപോലെ തന്നെ മറ്റ് സഹോദരിമാർ പുറത്താണ്. അവരെ ക്ഷണിച്ചതാണ്. അവർ കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. ആ കുടുംബത്തിന് ആശംസ അറിയിക്കുന്നു. അതുപോലെ തന്നെ പാപിച്ചാൻ്റെ കുടുംബമാണ്. ഇവിടെ ബേബിച്ചനെ, ബാബു, അതുപോലെ തന്നെ സ്തോത്രം. ബാക്കി രാജു, ജോയിയൊക്കെ പുറത്താണ്. അവരൊക്കെ ക്ഷണിച്ചാണ്. കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലും നമ്മുടെ പരുത്തിക്കാട്ട് കുടുംബത്തിൻ്റെ നാമത്തിലും സ്വാഗതം അർപ്പിക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ. പാപിച്ചാൻ അപ്പാപ്പൻ്റെ കുടുംബമാണ്. അപ്പാപ്പൻ കടന്നു വന്നിട്ടുണ്ട്. അപ്പാപ്പനെ ആരോഗ്യബലത്തോടെ ഇത്രത്തോളം കർത്താവ് നടത്തുന്നു. കൊച്ചമ്മയുണ്ട്, പ്രയാസമുണ്ട് വരുവാൻ, കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ചില മക്കളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം പരുത്തിക്കാട്ട് കുടുംബത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം അർപ്പിക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ കൊച്ചുപാപ്പൻ്റെ കുടുംബമാണ്. കൊച്ചുപാപ്പൻ്റെ കുടുംബത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. കൊച്ചുപാപ്പനവിടെ കുടുംബമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. മക്കളെ എല്ലാം ആയിരിക്കുന്നു. അവിടെ ഹല്ലേലൂയ അവരുടെ കൺവെൻഷൻ നടക്കുകയാണെന്ന് എന്നെ അറിയിച്ചു. അവർക്ക് അവിടെ നിന്ന് പോകാൻ വിട്ടു നിൽപ്പാൻ കഴിയില്ല. അവരവിടെ തന്നെ കഴിക്കുകയും കുടിക്കുകയും താമസിക്കുകയൊക്കെ ചെയ്യണം. കൺവെൻഷൻ കഴിയുന്നതിനും വരെ അങ്ങനെയാണ് അവരുടെ രീതി. അതുകൊണ്ട് കടന്നു വരാൻ കഴിയില്ല. മക്കളെയൊക്കെ ക്ഷണിച്ചവർക്കൊക്കെ പലവിധ പ്രയാസങ്ങളുണ്ട്. കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കും അവരുടെയൊക്കെ നാമത്തിൽ പരുത്തിക്കാട് കുടുംബൻ്റെ നാമത്തിലും കർത്താവായ യേശുവിൻ്റെ നാമത്തിലും സ്വാഗതം അർപ്പിക്കുകയാണ്. സ്തോത്രം. അതുപോലെ തന്നെ നമ്മുടെ മാതാവിൻ്റെ കുടുംബമാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മുടെ മറിയാമ്മ അമ്മച്ചിയെ മൂത്ത് അവർ കൊച്ചുമക്കളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവർക്കും സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാവി കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കടന്നു വന്ന കുഞ്ഞുങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് ഞാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ക്ഷണിക്കപ്പെട്ട എല്ലാവരും, ക്ഷണിക്കപ്പെടാത്തവർ കടന്നു വന്നിട്ട് എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടിവരവ് ആദ്യമായിട്ടാണ് നമ്മൾ കൂടുന്നത്. നമുക്ക് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ സമയം നീണ്ടുപോയി, ചുരുങ്ങിപ്പോയി എന്നൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരും ക്ഷമിച്ചും സഹിച്ചും ഈ മീറ്റിംഗ് സഹകരിക്കണമെന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ ഇത്രത്തോളം സഹായിച്ചു. സ്തോത്രം. ഇനിയും ഹല്ലേലൂയ. നമുക്ക് ദൈവം നമുക്ക് ഇനിയും ഹല്ലേലൂയ ഓരോ വർഷവും ഇങ്ങനെ കുടുംബ മീറ്റിംഗ് നടത്തണം നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്ക് ആലോചിച്ചിട്ട് അതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കണം. അതിന് സെക്രട്ടറി പ്രസിഡന്റ് ക്യാഷൊക്കെ ആവശ്യമുണ്ട്. അതിന് നമ്മൾ ഒടുവിലത്തെ ഈ സമയത്ത് നമുക്കൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ എല്ലാവർക്കും മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ കൂടിവരവ് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ ദൈവത്തിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ മധ്യേ വിലപ്പെട്ട ദൈവദാസനുണ്ട്. നല്ല വചനമൊക്കെ തരുവാൻ ദൈവദാസൻ നമ്മുടെ മധ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹല്ലേലൂയ ഇനിയും കൂടി വരാനുള്ളതുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കൂടി വരവ് അവരെ എത്രയും വേഗം കടന്നു വരേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം സമയം കർത്താവ് എനിക്ക് തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ സമയത്തെ ചുരുക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമ്മളുടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം തന്നെ പരസ്പരം അറിയുക എന്നുള്ളതായിരുന്നു. അപ്പം ഓരോ കുടുംബങ്ങളിൽ നമുക്ക് പലരെയും മൂത്തവരെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ആരെയും ചോദിച്ചതിനകത്ത് പലർക്കും അറിയത്തില്ലായിരിക്കും. ഏതോ ഒരു കുട്ടി വന്ന് പറയുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം നമ്മൾ കുടുംബങ്ങളായിട്ട് ഇനി തിരിക്കാൻ പോവാണ്. ഓരോ കുടുംബങ്ങളെയും നമ്മൾ വിളിക്കുകയാണ് ഇവിടെ സ്റ്റേജിലേക്ക്. അപ്പം കുടുംബത്തിലെ ഏറ്റവും മൂത്ത ഹെഡാണ് അവിടെ വരേണ്ടത്. അപ്പോൾ അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ പരിചയപ്പെടുത്തും. അവരുടെ പേരുകൾ പറയും. അപ്പോൾ നമുക്ക് അവരൊന്ന് അറിയാൻ പറ്റും. അത് നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഇനിയും വഴി വെച്ച് എനിക്ക് ഇതിനകത്ത് പലരും അറിയത്തില്ല. അപ്പം വഴി വെച്ച് കണ്ടാലും ഒന്ന് തിരിച്ചറിയാനത് സാധിക്കുമല്ലോ. അപ്പം ആദ്യം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, അതായത് ഉണ്ണുണ്ണിയപ്പച്ചൻ്റെ കുടുംബത്തിൽ നിന്ന് അത് ഹെഡ് ചെയ്യാനായിട്ട് മാത്തൻ ജോസഫിനെ ക്ഷണിക്കുന്നു. ഉണ്ണുണ്ണിയപ്പച്ചൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും സ്റ്റേജിലേക്ക് വരാനാണ്. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. കുടുംബമായിട്ട് ജീവിപ്പാൻ കർത്താവ് ഭാഗ്യം എനിക്ക് തന്നു. ഞാൻ എൻ്റെ ഫാദറിൻ്റെ മൂന്നാമത്തെ മകനാണ്. എല്ലാവരും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, കുഞ്ഞുങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്ക് മനസ്സിലാക്കിക്കണം. ഞാൻ മൂന്നാമത്തെ മകനാണ്. മൂത്തപ്പച്ചൻ്റെ മൂന്നാമത്തെ മകനാണ്. എൻ്റെ ഭാര്യ ലീലാമ്മ ജോസഫ്, അതുപോലെ എൻ്റെ മൂത്ത മോന് സാജൻ
ജോസഫ്, അതുപോലെ തന്നെ എൻ്റെ മോള് സജിനി ജോൺസൺ, അവർക്ക് മൂത്ത മോന്, എനിക്ക് 2 മക്കളാണുള്ളത്. അതുപോലെ മൂത്ത മോന് ഭാര്യ റോഷൻ സാജൻ, അതുപോലെ തന്നെ മൂത്ത മോന് സാം സാജൻ, അതുപോലെ തന്നെ സാൻഡി സാജ, അതുപോലെ തന്നെ സാറ സാജൻ, അതുപോലെ തന്നെ സജനി എൻ്റെ മോളാണ്. മോളുടെ മൂത്ത മോനാണ് ജോബിൻ ജോൺസൺ, അതുപോലെ തന്നെ ജൂബി ജോൺസൺ. ഇങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ. നിങ്ങളെ ശരിയായിട്ടൊന്ന് കണ്ടോണം. കാരണം എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ നിൽക്കുമ്പോൾ ഒക്കെ മുട്ടി നിന്നാലും മനസ്സിലാക്കാത്ത രീതി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് അന്യോന്യം ശരിയായിട്ടൊന്ന് സൂക്ഷിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി മറ്റുള്ള പ്രദേശത്ത് ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ പേര് അവരുടെ കാര്യം കൂടെ പറയുകയാണ്. സ്തോത്രം. വളച്ചാൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. മൂത്ത ജ്യേഷ്ഠന് ലോകത്തിന് മാറ്റപ്പെട്ടവരുടെ കുടുംബം കടന്നു വന്നിട്ടില്ല, കുഞ്ഞുങ്ങൾ കടന്നു വന്നിട്ടില്ല. അതുപോലെ തന്നെ കുഞ്ഞുവൻ മക്കളുടെ കൂടെ ഇംഗ്ലണ്ടിൽ പോയിരിക്കുകയാണ്. കടന്നു വരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. വരാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവരെ. അതുപോലെ തന്നെ പിന്നെ തങ്കമ്മയാണ്. തങ്കമ്മ ആലക്സ് ആളിയനൊക്കെ തീരെ സുഖമില്ലാതെ ഭാരപ്പെടുകയാണ്. കാരണം പ്രായത്തിൻ്റെ ഒക്കെ ഉണ്ട്, അതുപോലെ ശരീരത്തിൻ്റെ പല രോഗങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വരാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ കഴിഞ്ഞില്ല. അവരുടെ കൊച്ചുമക്കളൊക്കെ സന്തോഷമായിട്ട് അവരുടെ അമേരിക്കയുടെ പ്രദേശത്ത് ആയിരിക്കുന്നു. അതുപോലെ രാജു വളരെ സന്തോഷവാനാണ്. ഈ ഭവനമൊക്കെ വിട്ടു തരികയും അല്ലെങ്കിൽ അതിന് വേണ്ടി എല്ലാ ക്രമീകരണം ചെയ്യുക. അതുപോലെ തന്നെ ഓരോ മണിക്കൂറും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായി ഈ മീറ്റിംഗ് കാണാനൊക്കെ അവർക്ക് വളരെ ആഗ്രഹവും താല്പര്യമുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിധത്തിലും വളരെ സന്തോഷവാനാണ്. അതുപോലെ അവൻ്റെ കൊച്ചുമക്കളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു. ജോണി കുടുംബം സന്തോഷമായിട്ടിരിക്കുന്നു. 2 മക്കളാണ്, 4 കൊച്ചുമക്കൾ അവർക്കുണ്ട്. അവർ സന്തോഷമായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുമോള് തമ്പിയളിയന് അവരും സന്തോഷമായിട്ടിരിക്കുന്നു. അവർക്ക് 2 മക്കളാണ്, 4 കൊച്ചുമക്കളാണ്. അങ്ങനെ അവർക്കാർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. എങ്കിലും ഞാനിതാണ് ചിന്തിച്ചത്. അവരൊക്കെ പറഞ്ഞ് ഇനി നമുക്കൊരു സന്ദർഭം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്നിച്ചു കൂടെ എന്ന് ചോദിച്ചു. പക്ഷേ ഒന്നിച്ച് എന്തായാലും കൂടാൻ കഴിയത്തില്ല അവസ്ഥ എനിക്ക് തന്നെ അറിയാം. കാരണം ഒരാൾ വരുമ്പോൾ ഒരാൾ വരത്തില്ല, അല്ല 4 പേര് വരത്തില്ല, അങ്ങനെ അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കുള്ളവർ കൂടാം. അടുത്ത വർഷം നമുക്ക് സമയമുണ്ടല്ലോ. എല്ലാവരും തിരുവിഷ്ടമെങ്കിൽ കൂടിവാ, നമുക്ക് ഒന്നിച്ച് വീണ്ടും കൂടാൻ ഞാൻ അവരോട് അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, എൻ്റെ ഫാദറിൻ്റെ മക്കളുടെ കൊച്ചുമക്കളുടെ അവസ്ഥ ഞാൻ അറിയിച്ചല്ലോ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. അടുത്ത നമുക്കൊരു കഥ കേൾക്കാം. അതിനുവേണ്ടിയും സിസ്റ്റർ മോളി വർഗീസിനെ ക്ഷണിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, അതുപോലെ തന്നെ കൂടി വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. എന്നിൽ ഈ പറഞ്ഞിരിക്കുന്നതായ കാര്യം ഒരു ചെറിയ കഥ പറയാം. ചെറിയ കഥയെന്ന് പറഞ്ഞാൽ പല കഥകളെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാത്രമാണ്. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കഥ ആരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ്റെ കഥയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ കഥ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ചെറിയൊരു കഥയാണല്ലോ ചിന്തിക്കും. പക്ഷേ അതിനകത്തൊരു മർമ്മപ്രധാനമായൊരു കഥയാണ്. ആരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാന് ഭയങ്കര മിടുക്കനായൊരു മനുഷ്യനാണ്. കാര്യം അവനെക്കുറിച്ച് പറയുമ്പോൾ അവനൊരു ധനവാനാണ്, ഒരു മഹാനാണ്, ഒരു പരാക്രമശാലിയാണ്. പക്ഷെങ്കിൽ ആ നയമാനിയ ഒരു പ്രയാസം മാത്രം ഉണ്ടായിരുന്നു. അവനൊരു കുഷ്ഠരോഗിയായിരുന്നു. അതും ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. കാര്യം മിടുക്കനും മഹാനും ഭയങ്കരനും അല്ല, പരാക്രമശാലിയും ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനും സേനാധിപതിയാണ്. കാര്യമൊക്കെ ശരിയാണെങ്കിലും പക്ഷേ ആ മനുഷ്യനൊരു പോരായ്മ ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യനൊരു കുഷ്ഠരോഗിയായിരുന്നു. അതും ദൈവത്തിൻ്റെ വചനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നമ്മുടെ ശ്രേഷ്ഠതയും പറയും, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലുള്ളതായ ബലഹീന വശവും പറയാറുണ്ട്. അപ്പോൾ ഈ നയവാനായ മനുഷ്യന് ഈ ഒരു രോഗത്താൽ ഭാരപ്പെടുന്ന ഒരവസ്ഥയാണ്. കാര്യം സമൂഹം നമ്മളെ അംഗീകരിക്കാത്ത ഒരു പ്രശ്നമാണ് കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ. ഈ കുഷ്ഠരോഗത്തിൻ്റെ മധ്യത്തിൽ ഈ മനുഷ്യൻ ഭാരപ്പെടുന്നുണ്ട്. അപ്പം ഈ നയമാൻ്റെ ഭവനത്തിൽ ഒരു ചെറിയ ഇസ്രായേൽ പെൺകുട്ടി
വീട്ടുവേല ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അവളെ ഈ കവർച്ചയായി പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ ഈ ഭവനത്തിലായതായി ഈ പെൺകുട്ടി. അപ്പോൾ അവളെക്കുറിച്ച് പറയുന്നത് അവിടെ ശ്രേഷ്ഠതയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല. പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ പെൺകുട്ടി, ഇസ്രായേൽക്കാരത്തെ ഒരു ചെറിയ പെൺകുട്ടി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവൾ ആ ഭവനത്തിൽ നിൽക്കുമ്പോൾ ആ ഭവനത്തിൻ്റെ പോരായ്മ എന്താണെന്ന് ഈ പെൺകുട്ടിക്ക് മനസ്സിലായി. പെൺകുട്ടിക്ക് മനസ്സിലായിട്ട് ഇവൾ പറയുന്നുണ്ട്, നയമാൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ രാജ്യത്തെ, എൻ്റെ ഇസ്രായേൽ രാജ്യത്തിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ വിഷയത്തിന് വിടുതൽ ലഭിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഇസ്രായേൽ രാജ്യത്ത് എന്ന് പ്രാർത്ഥിച്ചാൽ, ആ പ്രവാചകൻ പ്രാർത്ഥിച്ചാൽ ഈ എൻ്റെ ഈ യജമാന സൗഖ്യം കിട്ടും. അതുകൊണ്ട് ആ ഇസ്രായേൽ രാജ്യത്തിലേക്ക് കടന്നുപോയി പ്രാർത്ഥിക്കാനായിട്ട് അവളിങ്ങനെ യജമാനത്തിയോട് പറഞ്ഞപ്പോൾ യജമാനത്തിക്ക് കേട്ടപ്പം വളരെ താല്പര്യം. കാര്യം ഒരു കുഷ്ഠരോഗമല്ലേ, അപ്പോൾ ഇത് മാറിക്കിട്ടുമല്ലോ. അപ്പം തീരുമാനിച്ചു ആ രാജ്യത്ത് പോകാമെന്നും കൊണ്ട് അതിനുള്ള എല്ലാ ക്രമീകരണവും ചെയ്തിട്ട് ഇസ്രായേൽ രാജ്യത്തിലേക്ക് ഈ നയമാൻ കടന്നു പോകുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കടന്നുപോയി ചെന്ന് ഈ പ്രവാചകൻ്റെ അടുക്ക ചെന്നപ്പം ഈ മനുഷ്യൻ ഓർത്തു, ഏതാണ്ട് വലിയ കാര്യങ്ങളായിരിക്കും എന്നെ കൂടെ ചെയ്യിപ്പിക്കാൻ പോകുന്നത്, എനിക്ക് ഈ സൗഖ്യം കിട്ടാൻ വേണ്ടി വലിയ കാര്യം. പക്ഷേ അതിന് വേണ്ട എല്ലാ സജ്ജീകരണവുമായിട്ടാണ് ഈ മനുഷ്യൻ പോയത്. കാര്യം അവിടെ വല്ലതും പണച്ചെലവ് വന്നാൽ അതിനും കൊടുക്കണം. പുള്ളിക്ക് ഈ സൗഖ്യം കിട്ടിക്കഴിയുമ്പം പുള്ളിക്ക് ബഹുമാനമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഓർത്തായി ഈ മനുഷ്യൻ അവിടെ കടന്നുപോയപ്പം ഈ നയമാനോടെ ഈ പ്രവാചകൻ പറയുന്നത് എന്താണെന്നറിയാമോ? നീ യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങാനാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് കുളിച്ച് ശുദ്ധനായി തീരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി ഓർത്തത് ഒരു ചെറിയ കാര്യമല്ലേ എന്ന് കണ്ട് പുള്ളിക്ക് അതിൻ്റേതായ ഒരു താല്പര്യക്കുറവ് തോന്നിയപ്പം അതിന് കൂടെ ഉണ്ടായിരുന്നതായ പുള്ളിയുടെ ബാല്യക്കാരൊക്കെ പറഞ്ഞു. കാര്യം പുള്ളി വലിയൊരു ആളല്ലേ, അപ്പം പുള്ളിക്കാരൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ബാല്യക്കാരൊക്കെ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞതായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്ക് പുള്ളിക്കൊരു കുറ്റബോധം തോന്നി. ശരിയാ, ഇതിനേക്കാൾ വലിയ കാര്യം പറഞ്ഞാൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ചെറിയ കാര്യം ആയതുകൊണ്ടല്ലേ ചെയ്യാൻ. അപ്പോഴത്തേക്ക് പുള്ളിക്കാരനത് മനസ്സിലൊരു താല്പര്യം തോന്നിയിട്ട് യോർദാൻ നദിയിൽ പോയി മുങ്ങി. അതുപോലെ പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെ ആ മനുഷ്യൻ വിടുവിക്കപ്പെടുവാനിടയായിത്തീർന്നു. പുള്ളിയുടെ ശരീരം ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെ അത് നന്നായി ആ കുഷ്ഠരോഗം മാറി ശുദ്ധിയുള്ളവനായി സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടവനായി തീരാൻ തക്കോണം ദൈവം ആ മനുഷ്യനെ സഹായിച്ചു. അപ്പം നമുക്ക് ഈ കഥയെന്ന് വലിയ കഥയായിട്ട് നമുക്ക് തോന്നില്ലെങ്കിലും ഇതിനകത്തൊരു മർമ്മപ്രധാനമായ കാര്യം ഞാൻ ചോദിച്ചാൽ, ഈ ഇസ്രായേൽ പെൺകുട്ടി ഒരു ചെറിയ പെൺകുട്ടിയാണ്, കാര്യമൊക്കെ ശരിയാണെങ്കിലും അവൾ ഇസ്രായേൽ രാജ്യത്ത് ജീവിച്ചപ്പോൾ അവൾക്കൊരു ദർശനം ഉണ്ടായിരുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ഏലിശ പ്രവാചകന് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥിക്കുന്നതിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്ന ഇവൾ കണ്ടിട്ടുള്ളവളാണ്. അപ്പോൾ അവൾ ആ ഒരു ആരാം രാജ്യത്ത് പോയെന്ന് പറഞ്ഞാലും ഇവൾ അവിടെ യേശുവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് അല്ലെ വിടുവിക്കുന്നതായ കാര്യത്തെക്കുറിച്ച് ഇവൾക്ക് അറിയാവുന്നതുകൊണ്ട് ഇവളായ നയമാനായ മനുഷ്യൻ്റെ ഭവനത്തിൽ അത് പറയുകയും ആ മനുഷ്യനെ യോർദാൻ നദിയിൽ പോയി കുളിച്ച് ശുദ്ധിയായി തീരുവാനൊക്കെ ദൈവം ഇടയാക്കി. അപ്പോൾ ഇടയാക്കിയതുകൊണ്ട് നമ്മൾ ഏത് സ്ഥാനത്താക്കിയാലും നമ്മുടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നുമല്ല, പക്ഷേ ആ കുടുംബത്തിൻ്റെ വിടുതൽ ഇവിടെ ദൈവം ഉപയോഗിച്ചെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും നമ്മുടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മളെ ഏൽപ്പിച്ച താലന്ത്, നമ്മളാൽ കഴിവത് നമ്മളെ ആക്കുന്ന സ്ഥാനത്ത് വിനിയോഗിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ പലരെയും വിടുതലേക്ക് നയിക്കാനായിട്ട് ഉപയോഗിക്കും. നമ്മുടെ ഭർത്തിക്കാട്ട് കുടുംബത്തിന് നമുക്കൊന്നും പ്രശംസിപ്പാനില്ല. ദൈവം നമുക്ക് തരുന്നതായ നന്മയും കൃപയും കരുണയും അല്ലാതെ നമുക്കൊന്നും പ്രശംസിപ്പാനില്ല. നമ്മളെ ഏത് സ്ഥാനത്താക്കിയാലും നമ്മളെ ഏൽപ്പിച്ചതായ താലന്ത് ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ വ്യാപാരം ചെയ്താൽ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെ ഏത് സ്ഥാനത്താക്കുന്നു അവിടെയൊക്കെ അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കും. ഇത്ര ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ കഥയിൽ വിരമിച്ചു കൊള്ളുന്ന ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നന്ദി. നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ താലന്തുകളെ നാം കർത്താവിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് ആൻറ്റി പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അടുത്ത് കുഞ്ഞപ്പിച്ചാൻ്റെ ഫാമിലി ആയിരുന്നു വരേണ്ടത്, പക്ഷേ അവരിതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് തങ്കച്ചാൻ്റെ ഫാമിലിയെ ക്ഷണിച്ചു കൊള്ളുന്നു. തങ്കച്ചാൻ ഫാമിലി എന്നുള്ള അനിയൻ. ഞാൻ തങ്കച്ചാൻ്റെ മോളാണ്. ഞങ്ങൾ 3 പിള്ളേരാണ്. മൂത്ത അമ്മാമ്മ കുഞ്ഞുമോള് USA-ലാണ് ഫാമിലിയായിട്ട്. അവർക്ക് 3 പിള്ളേർ, 3 കൊച്ചുമക്കൾ.
സെക്കൻഡ് സിസ്റ്റർ എൽസി, അവർ ബാംഗ്ലൂരിൽ. പുള്ളിക്കാരിക്ക് 2 ആൺകുട്ടികൾ, ഇപ്പോൾ ഒരു കൊച്ചുമോളുണ്ടായി. പിന്നെ ഞാൻ തിരുവനന്തപുരത്താണ്. എനിക്ക് 2 കുട്ടികൾ. ഞങ്ങൾ ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് ഞങ്ങൾ പരുത്തിക്കാട്ടിലെ കുടുംബത്തിലാണ് ഞങ്ങളിപ്പം മഞ്ഞാടിയിൽ. എൻ്റെ അമ്മ അവിടെ ഉണ്ട്. അമ്മ വീക്കാണ്, വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ശാരീരികമായ ബലഹീനത കൊണ്ട് വന്നില്ല. അപ്പം എൻ്റെ കേസ് പറഞ്ഞാൽ ഒരു ബ്രെയിൻ ട്യൂമർ വന്ന് 20 വർഷം മുമ്പേ കർത്താവ് എന്നെ അത്ഭുതമായിട്ട് വിടുവിച്ചതാണ്. ഞാൻ ലോകത്തിലെ ജീവനോടെ നിന്ന ഇങ്ങനൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നതാണ്. ഞങ്ങൾ പെൺപിള്ളേരായിരുന്നു, പക്ഷെ ദൈവം ഞങ്ങളെ ഇത്രത്തോളം മാനിച്ചു. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ കർത്താവ്. എൻ്റെ പപ്പ ഒരുപാട് ദൈവത്തെ പറഞ്ഞ് മാനിച്ച കർത്താവ്. ഞങ്ങളെ മാനിച്ച് എന്നെ ഭൂമി ജീവനോട് ശേഷിപ്പിച്ച കർത്താവിൻ്റെ കൃപയാണ്. ഓരോ ദിവസവും കർത്താവിൻ്റെ കൃപ കൊണ്ട് ഞാൻ നടക്കുന്നു, യാത്ര ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. ഇതൊക്കെ ദൈവം എനിക്ക് നൽകി തരുന്നു. ഈ കുടുംബയോഗത്തിന് വരുവാനും ഈ സന്തോഷം പങ്കിടുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു. അടുത്ത നമുക്കൊരു മനോഹരമായ ഗാനം ശ്രമിക്കാം. അതിനുവേണ്ടി നിശ്ചയിച്ച് ക്ഷണിച്ചോളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപ്. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപ്. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപ്. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപ്. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപ്. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപ്. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപ്. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപ്. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപ്. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപ്. വളരെ മനോഹരമായ ഒരു ഗാനം ശ്രമിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചുവല്ലോ. ചേച്ചി ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് പാപ്പിച്ചാൻ്റെ ഫാമിലിയിൽ നിന്നാണ് നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ബേബിച്ചാനെയും ബാബിച്ചാനെയും ക്ഷണിക്കുന്നു. കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും ക്ഷണിക്കുന്നു. ഞങ്ങൾ കുടുംബത്തിലെ ആണുങ്ങളിൽ 4ാമത്തെ അച്ഛൻ്റെ മക്കളാണ്. അച്ഛൻ്റെ പേര് പാപ്പി അല്ലെങ്കിൽ ഉമ്മൻ, ഒഫീഷ്യലായിട്ടുള്ള പേര്. അമ്മയുടെ പേര് അമ്മണി അല്ലെങ്കിൽ അന്നമ്മ. ഞങ്ങൾക്ക് അപ്പനും അമ്മയ്ക്ക് 4 മക്കളാണ്. 4 മക്കളാണ്. പെണ്ണുങ്ങളൊന്നുമില്ല, സിസ്റ്റർമാരൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം എൻ്റെ സിസ്റ്റർമാരാണ്. പിന്നെ മൂത്താൾ ബേച്ചന് നിൽക്കുന്നത്. ബേച്ചന് വൈഫ് ലിസി എന്നാണ് പേര്. പിന്നെ മക്കൾ അവർക്ക് 3 മക്കളാണ്. മൂത്താൾ സിബിയും കുടുംബവും ഷാർജയുടെ പ്രദേശത്ത് താമസിക്കുന്നു. അവർക്ക് ദൈവം 3 മക്കളെ ദാനമായിട്ട് നൽകി. എവി കൊച്ചുമോള് 2ാമത്തെ, ഏറ്റവും ഇളയത് മോള് കല്യാണം കഴിഞ്ഞ്, മക്കളൊന്നും അവർക്കില്ല. പിന്നെ 2ാമത്തെ ഞാനാണ്. എനിക്ക് 3 മക്കൾ. അതിലെ മൂത്തവനും കുടുംബവും ഷാർജയിൽ താമസിക്കുന്നു. 2ാമത്തെ മോളാണ്. മോളും കുടുംബമായിട്ട് ഷാർജയിൽ താമസിച്ച് ഒരു കുഞ്ഞാമക്കുണ്ട്. മോന് 2 മക്കളുണ്ട്. പിന്നെ ഇളയത് ബോബിയാണ്. അവരെ കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാളുകളേ ആയുള്ളൂ. പിന്നെ എൻ്റെ വൈഫ് ലീലാമ്മ, അത് ഞാൻ പറയാൻ മറന്നത്. ബോബിയുടെ ഭാര്യയുടെ പേര് നിഷ കേട്ടോ. പിന്നെ 3ാമത്തെ ആൾ രാജു എന്നാണ് പേര്. വൈഫിൻ്റെ പേര് ബീന. അവർക്ക് 2 മക്കളുണ്ട്. ഒരാളുടെ കല്യാണം കഴിഞ്ഞ് അടുത്തിടെയായിരുന്നു, കുഞ്ഞുങ്ങളൊന്നുമില്ല. കൊച്ചവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഏറ്റവും ഇളയ ജോയി എന്നാണ്. വൈഫിൻ്റെ പേര് മിനി. അവർക്ക് 2 മക്കൾ, 2 ആൺമക്കളാണുള്ളത്. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2002 മരണം സംഭവിച്ചപ്പോൾ കടന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു. എനിക്ക് ക്യാൻസറായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞ് 10% ഉള്ളൂ. ആ സ്ഥലത്ത് ഞാനിപ്പം 14 വർഷമായിട്ട് ദൈവം എന്നെ നിലനിർത്തിയിരിക്കുന്നു. മറ്റുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. 14 വർഷം എനിക്ക് പിന്നെയും ജോലി ചെയ്യാനുള്ള സൗകര്യം ദൈവം ഉണ്ടാക്കി തന്നു. തഴഞ്ഞ സ്ഥലത്താണ്. 10% ഉള്ളത്. സ്റ്റേജ് 4 ആയിരുന്നു. അവിടെ നിന്നെല്ലാം ദൈവം പിടിവിച്ച് ഞങ്ങളെ ഇത്രയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന മാതിരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.